ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാൾ തിരികെ പോകും മുമ്പ് എങ്ങനെയെങ്കിലും അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്യണം. മെയിനോന്റെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്ന് അയാളുടെ മുഖംമൂടി വലിച്ചു കീറണം. നമുക്കതിന് സാധിക്കും. നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ. എന്നോട് മറക്കേണ്ട ദുർഗെ, ഇവിടുത്തെ ജോലികളെല്ലാം ദുർഗ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ദുർഗയുടെ കണ്ണിൽ എന്തോ ഒരു സങ്കടം കിടപ്പുണ്ട്. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യാതൊരു മടിയും കൂടാതെ തുറന്നു ചോദിക്കാം. ഇങ്ങനെ പറയാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ എനിക്കിപ്പോ ഒരു സങ്കടവുമില്ല. സ്നേഹത്തോടെ തന്നെയാ എന്നെ എല്ലാരും കാണുന്നതും പെരുമാറുന്നതും. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു മടിയും വിചാരിക്കാതെ തന്നെ വിളിക്കാം. അഷിതയ്ക്ക് മാത്രമല്ല, ദുർഗയ്ക്ക് ഞാൻ ചേച്ചിയാ. അത് മറക്കണ്ട. എന്ന് ഞാൻ പൊക്കോട്ടെ. ശരി ചേച്ചി. ഇനി വൈകണ്ട, നമുക്കിറങ്ങാം. വാ പോകാം അമ്മേ, കേറ്. വാ. ശരി ശരി എന്നാ. ശരി എന്നാ. ദുർഗേ മോളെ. ആ ദാ വരാ. നമ്പറില്ലല്ലോ. ഹലോ ഹലോ, മേനോനെ കുറിച്ചൊരു വിവരം തരാൻ വിളിച്ചതാ. ആ ഓക്കെ, സഞ്ജയ് പറഞ്ഞ ജേർണലിസ്റ്റ് ആണോ? അതെ. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചോളാം. മേനോ നാട്ടിലെത്തിയിട്ടുണ്ട്. അയാൾ ഇനി കുറച്ചുനാൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും കൂടുതൽ ഇന്റൻസിറ്റിയിൽ പ്രതീക്ഷിക്കാം. അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നോ മേനോന്റെ ഐഡന്റിറ്റിയോ എന്തെങ്കിലും അറിയാൻ വഴിയുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇട്ടാൽ ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ അണ്ടർ കവർ ടീമിനെ അറിയിക്കാം. ഓക്കെ. അവർ ആരൊക്കെയാണെന്നും എത്ര പേര് ടീമിലുണ്ടെന്നും അറിയാമോ? അണ്ടർ കവർ ഓഫീസേഴ്സ് ആണോ? അതെ. ഇല്ല, എനിക്കറിയില്ല. താൻ വെറുതെ നുണ പറയണ്ട. തനിക്കെല്ലാം അറിയാമെന്നും താനും ആ ടീമിൽ ഒരു അംഗമാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. താൻ സഞ്ജയ്ക്ക് സാറ്റലൈറ്റ് ഫോൺ കൈമാറുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശരിക്കും ട്രെയിനിങ് കഴിഞ്ഞ പോലീസ് ഓഫീസറുടേതാണ്. കണ്ണുകൾ എപ്പോഴും ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ആൻഡ് ഐ എം ഷുവർ യു ആർ ദ പാർട്ട് ഓഫ് ദ ടീം. പേടിക്കണ്ട, ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല. ഏയ്, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാ. ഞാൻ ആ ടീമിലെ അംഗമൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ഫൈൻഡിങ്സിൽ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, പ്ലീസ് ഷെയർ ദ ഡീറ്റെയിൽസ് അബൌട്ട് ബൈനോൺ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ. ഓക്കെ. മഹിയേട്ടാ, ദാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ചന്ദ്രസേന ഇറങ്ങാണോ? അതെ, ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ചന്ദ്രേട്ടാ, നേരെ ഫാം ഹൗസിലേക്കാണോ? പിന്നല്ലാതെ. നിങ്ങൾ എല്ലാരും കൂടി ഒരു ദിവസം ഫാം ഹൗസിലേക്ക് വാ, നമുക്കൊന്ന് കൂടാന്നേ. ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരും, ഇല്ലേട്ടാ? അതെ അതെ. ഏട്ടൻ എന്തിനാ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ നിൽക്കായിരുന്നല്ലോ. അത് ശരിയാവില്ല. വല്ലപ്പോഴും നാട്ടിൽ വരുന്നത്. അപ്പൊ എന്റെ പശുക്കളെയും ഫാമും ഒക്കെ കണ്ടൊന്ന് ആസ്വദിക്കണ്ടേ? കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത്. പിന്നെ ഒരു പാവം ബിസിനസ്സുകാരനായി പോയില്ലേ, പോകേണ്ടി വന്നാ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വിഷമിക്കണ്ട. നിന്റെ കല്യാണത്തിന് ഈ അങ്കിൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. അത് മതി. അപ്പോ ശരി, ഇറങ്ങട്ടെ. അങ്ങളെ പെട്ടി ഞാൻ എടുക്കാം. അങ്ങ് പോയിക്കോ.
മേനോന്റെ വിവരങ്ങൾ അറിയാൻ ആ ജേർണലിസ്റ്റിന് കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ കൊടുത്തിട്ട് അയാൾ നമ്മുടെ വിവരങ്ങളാണല്ലോ അന്വേഷിക്കുന്നത്. ഇനി അയാൾ ഒരു ഡബിൾ ഏജന്റ് ആയിരിക്കോ? ഏയ്, അതിന് സാധ്യതയില്ല. നമ്മൾ അയാളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതല്ലേ. അത് ശരിയാ. പക്ഷെ അങ്ങനൊരു സാഹചര്യം അയാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാളൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആഗ്രഹവും അന്വേഷണ ബുദ്ധിയും സ്വാഭാവികമായും ഉണ്ടാവും. ആ രീതിയിൽ അക്ഷരയോട് ചോദിച്ചതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മുടെ വിവരങ്ങളൊന്നും അയാൾ അറിയാതെ സൂക്ഷിക്കണം. അതെ, അത് ശരിയാ. അയാൾ നമ്മളെ കണ്ടുപോയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധ്യതയുണ്ട്. അക്ഷരയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ട്രെയിനിങ് കിട്ടിയ ആളാണെന്ന് അയാൾ പറഞ്ഞല്ലോ. അതൊരു പക്ഷേ സഞ്ജയുമായി കോണ്ടാക്ട് ചെയ്യുന്നത് അക്ഷര ആയതുകൊണ്ട് അയാൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാവാം. അതും ശരിയാണ്. എന്നാലും എന്തോ അയാളൊരു ജെന്യുവൻ ജേർണലിസ്റ്റ് ആണെന്ന് എന്റെ മനസ്സ് പറയുന്നു. മേനോനെ കുറിച്ച് അയാൾ പറഞ്ഞതും ജോർജ് സാർ പറഞ്ഞതും ഒരേ കാര്യം. അതുകൊണ്ട് മേനോൻ നാട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അയാൾ തിരികെ പോകും മുമ്പ് എങ്ങനെയെങ്കിലും അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്യണം. മേനോന്റെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്ന് അയാളുടെ മുഖംമൂടി വലിച്ചു കീറണം. നമുക്കതിന് സാധിക്കും. നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ. അങ്ങനെ നിശ്ചയം ഭംഗിയായി നടന്നു. ഇനി കല്യാണം കൂടി കഴിഞ്ഞ സമാധാനായി. എല്ലാം അക്ഷിതമോളുടെ ഭാഗ്യവാ. ഇന്ന് അക്ഷിതയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? എത്ര പേരുടെ കണ്ണ് തട്ടിയിട്ടുണ്ടാവോ എന്തോ. ശരിക്കും ഒന്ന് ഒഴിഞ്ഞിടണം. കൈക്കും കാലിനൊക്കെ നല്ല വേദന. എത്ര നേരം അവിടെ അങ്ങനെ ഒരേ നിൽപ്പ് മതി, നിന്ന്. മതി. ഇതൊക്കെ തുടക്കമല്ലേ മോളെ. ഇനി കല്യാണവും റിസപ്ഷനും ഒക്കെ വരുമ്പോ ഇതിന്റെ ഇരട്ടി സമയം നിൽക്കേണ്ടി വരില്ലേ? അത് ശരിയാ. ഓർക്കുമ്പോ ഇപ്പോഴേ പേടിയാവുന്നു. കേരണക്കേട് പറയാതെ മോളെ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത്. നീ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം. അത് അവൾ ഒരു ഒഴുക്കിന് പറഞ്ഞതല്ലേ നാത്തുനെ, അല്ലേ മോളെ? ആ അതെ. ഇന്നെല്ലാം നന്നായിരുന്നു. പക്ഷേ ആ പൂർണിമ ദുർഗയോട് കുറച്ച് അധികം അടുപ്പം കാണിക്കുന്നില്ലേന്നൊരു തോന്നൽ. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിക്കാനിരുന്ന സമയത്താ പൃഥ്വി ദുർഗയെ കണ്ടത്. ദുർഗ എന്റെ ചേച്ചിയാണോന്ന് പൃഥ്വി ചോദിച്ചു. ഇവൾ എങ്ങനെയാ ആളുകളെ വശത്താക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇനി വല്ല കൂടോത്രം കയ്യിലുണ്ടോ എന്ന് ആർക്കറിയാം. അവൾ അതും അതിനപ്പുറം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും കല്യാണം കഴിയുന്നതോടെ അക്ഷിത ഇവിടുന്ന് രക്ഷപ്പെടുമല്ലോ. അഞ്ജനയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായ എനിക്ക് സമാധാനായി. എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണോന്നാ? നിന്റെ കല്യാണത്തിന്റെ കാര്യം നാത്തും പറയുന്നേ. അയ്യേ, കല്യാണമോ? എനിക്കോ? അതെന്താ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ?